ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പക്ഷെ പലരും ഇപ്പോഴും അത് വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അടുത്തിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നേരിട്ട് കണ്ടുമുട്ടി. ആളുകൾക്ക് ഇപ്പോഴും അത്തരം ചിന്തകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി തങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ശാപമാണെന്ന് ആളുകൾ ഇപ്പോഴും കരുതുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് നിരാശയാണ് തോന്നിയത്. എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് പലരും ഇപ്പോഴും ഒരു പെൺകുട്ടിയെ ഒരു അനുഗ്രഹമായി കാണാതെ ഒരു ശാപമായി കാണുന്നത്? അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും വലിയ പ്രശ്നമായി തുടരുകയാണ്. ഇതിന്റെ എല്ലാം ഇടയിലും രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമം പ്രത്യാശയുടെ വലിയ സന്ദേശമാണ് നൽകുന്നത്. തെക്കൻ രാജസ്ഥാനിലെ രാജ്സമന്ത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പിപ്ലാന്ത്ര ഗ്രാമത്തിലുള്ളവർ ഇവിടെ ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും 111 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് അത്യപൂർവമായ മാതൃകയാണ് കാട്ടുന്നത്. പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി 2006 ഗ്രാമത്തിന്റെ മുൻ സർപഞ്ചായിരുന്ന ശ്യാം സുന്ദർ പാലിവാളാണ് ആരംഭിച്ചത്. മരിച്ചുപോയ തന്റെ മകൾ കിരണിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹം ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 18ാമത്തെ വയസ്സിൽ നിർജ്ജലീകരണത്തെ തുടർന്നാണ് മകൾ മരിച്ചത്. ഈ അവസ്ഥ മറ്റൊരു കുഞ്ഞിനും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണത്തിനായി പദ്ധതി മുന്നോട്ട് വെച്ചത്. പെൺകുഞ്ഞ് ജനിക്കുന്ന ഓരോ കുടുംബവും ഗ്രാമപഞ്ചായത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു സത്യവാൻ മൂലം ഒപ്പിടണം. കുട്ടിയെ 18 വയസ്സിന് മുൻപ് വിവാഹം കഴിപ്പിക്കില്ല. സ്ഥിരമായി സ്കൂളിലയക്കും. സ്ത്രീ ഭ്രൂണഹത്യ ചെയ്യില്ല. കുട്ടിയുടെ പേരിൽ നട്ടമരങ്ങൾ സംരക്ഷിക്കും എന്നുമുള്ള ഉറപ്പുകളാണ് നൽകേണ്ടത്. നട്ടമരങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവയ്ക്ക് ചുറ്റും കറ്റാർവാഴ നട്ടുപിടിപ്പിക്കാറുമുണ്ട്. പിന്നീട് കറ്റാർവാഴ ഉൽപ്പന്നങ്ങൾ ഗ്രാമവാസികൾക്ക് ഒരു വരുമാന മാർഗമായും മാറി. രാജസ്ഥാനിലെ ഗ്രാമങ്ങളിൽ 18 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്ന രീതി ഇപ്പോഴും നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഈ ഗ്രാമത്തിന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഗ്രാമവാസികൾ ചേർന്ന് 21,000 രൂപയും കുട്ടിയുടെ പിതാവ് 10,000 രൂപയും സംഭാവന ചെയ്ത് ആകെ 31,000 രൂപ പെൺകുട്ടിയുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമിടുന്നു. 20 വർഷമാണ് നിക്ഷേപത്തിന്റെ കാലാവധി. പെൺകുട്ടിയുടെ ഭാവിക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സാമൂഹിക മാറ്റത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഈ മാതൃക രാജ്യത്തിന് മുന്നിൽ വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. പെൺകുഞ്ഞിനെ ശാപമായി കാണുന്ന സമൂഹ മനോഭാവത്തിനെതിരെ ശക്തമായ സന്ദേശമാണ് ഈ ഗ്രാമം ഇതിലൂടെ നൽകുന്നത്.